നിർത്തുന്നു. ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്ന ഖുർആൻ പറയുന്നു, ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന് സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ചു നിൽക്കണ്ട. പടച്ചോൻ പറയാ, വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, അയ്യർസുഖു മയ്യശാഉ മിൻ ഖൽഖിഹി വയുഅതീഹി അതാഅൻ കസീറൻ ജസീലൻ, വമ്പിച്ച കൊടുതി കൊടുക്കും. ബിലാ ഹസ്നിൻ, ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 1000 എന്ന് പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല, 2000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല, 10000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. വലാ തഅദാദിൻ, എണ്ണിക്കണക്കാക്കാനും പറ്റൂല. അങ്ങനെ അല്ലാഹു നൽകുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ മാത്രല്ല ആഖിറത്തിലും നൽകുന്നു. കമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ അത് വന്നിട്ടുണ്ട്. മുജാഹിദ് മൗലവിന്റെ ലോകത്താകെ നടന്നുള്ള വെല്ലുവിളിയാ. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ഭാഗത്ത് കേട്ടാൽ കേൾക്കാൻ കഴിയും, കാണാൻ കഴിയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് വിശ്വാസമില്ല, ഖുർആനിലില്ല, സുന്നത്തിലില്ല. നുണ പറയാൻ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഖുർആൻ പഠിക്കണ്ടേ, ഹദീസ് പഠിക്കണ്ടേ?